Assalamualaikum. Welcome to Miyappo Vlogs. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചലഞ്ച് ആയിട്ടാണ്? How well do you know me? How well do you know me? ആർക്കാണ് കൂടുതൽ അറിയുന്നത്? അപ്പോൾ നമ്മൾ രണ്ടുപേരും 10 ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിന്. അപ്പോൾ അപ്പോൾ ആക്കിയ ക്വസ്റ്റ്യൻസ് എനിക്കും അറിയില്ല, ഞാനാക്കി വെച്ച ക്വസ്റ്റ്യൻ അപ്പനും അറിയില്ല. ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഞാൻ ഫസ്റ്റ് ഞാൻ അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, സെക്കൻഡ് അപ്പോൾ ചോദിക്കും, പിന്നെ അങ്ങനെ അതന്നെ ശരി. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഡയറിയിലാണ് എഴുതിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പേപ്പറിൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആക്കാം അല്ലേ? മൈ ഹാപ്പി പ്ലേസ് എങ്ങനെ വെച്ചില്ലെങ്കിൽ ഈ വീട്ടിലെ എൻ്റെ ഹാപ്പി പ്ലേസ് ആടാണ്. ഹാപ്പി പ്ലേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേസ് ബെഡ്റൂം. അവർ ബെഡ്റൂം ആണ് എനിക്ക് ഹാപ്പി പ്ലേസ്. ഈ വീട്ടിൽ എനിക്ക് ഈ വീട്ടിൽ വേറെ ഇത്ര ഒരു കംഫർട്ട് സോണ് വേറെ എവിടെയും കിട്ടുന്നില്ല. ഞങ്ങളുടെ ബെഡ്റൂമാണ് എനിക്ക് എപ്പോഴും കംഫർട്ട്. അതെന്തായാലും അപ്പനറിയാം. എന്നിട്ടും ഞാൻ ചോദിച്ചെന്നാണ്, എന്നിട്ടും ആലോചിച്ചു അല്ലേ? നീ എന്ത് ഹോമാ? നീ വീടൊന്നുമില്ലല്ലോ. നീ കേക്ക്. അപ്പൊ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ടിക്ക് ആക്കണം. ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ല, മറ്റേ കുട്ടികളെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. എനിക്ക് ലൈക്കുള്ള കളർ ഏത്? ബ്ലാക്ക് അല്ലേ? നേരെ കറക്റ്റ് തന്നെ സംഭവം. ബ്ലാക്ക് ലൈക്ക് ബ്ലാക്കും ബ്ലൂ. അതാണ് ബ്ലാക്കും ബ്ലൂ. കളറിലേക്ക് ബ്ലൂ, പക്ഷെ ചില സാധനങ്ങളിൽ ബ്ലാക്ക് ആണ് എനിക്ക് ലൈക്ക് ഉള്ളത്. ഭയങ്കര ചൂസ് ആക്കും. പിന്നെ ഇങ്ങനെ ഡ്രസ് ഇതെല്ലാം കണ്ട ബ്ലാക്ക് തന്നെ മെയിൻ നോക്കുന്നത്. കളറിൽ ഒരു ലൈക്ക് ബ്ലൂ കറക്റ്റ് തന്നെ. ഞാൻ രണ്ടും ലൈക്ക് തന്നെയല്ലേ നിനക്ക്? കറക്റ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നീ ഒന്നായാലും നീ ഒരു പേരിന്റെ എടുത്തിട്ട് കത്തെന്താണ് എന്റെ മാർക്കിട്. നീ കാണിച്ചിട്ട് കാര്യമില്ല, അക്ഷരം ഒന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ എഴുതിയ പോലെ ഇങ്ങനെ എഴുതിയിട്ട് പോവും. ലവ് ലെറ്റർ വായിക്കാൻ പറ്റിയ പാട് എനിക്ക് അറിയും. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് കറന്റ് കളർ. മുമ്പത്തെ കളർ അല്ല, മുമ്പത്തെ കളർ എന്തായാലും ഒബ്വിയസ്ലി നിനക്കറിയാം. ഇപ്പൊ എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കേൾക്കാൻ വിട്. അപ്പൊ എൻ്റെ ഇപ്പൊ കറന്റ്ലി എനിക്കൊരു ഫേവറേറ്റ് കളർ ഉണ്ട്. അതെന്തായാലും അറിയാം, അപ്പനെങ്കിലും അറിയാം. പക്ഷെ മുമ്പത്തെ കളറല്ല, അടുത്തിട്ട് എനിക്ക് ആ ഒരു ക്രേസ്. ഇപ്പൊ അവളെ ഫേവറേറ്റ് കളറിൽ ഡ്രസ്സ് വാങ്ങിയിട്ടേ ഉള്ളൂ, പർച്ചേസ് ആയിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട്. അതായത് ലൈറ്റ് പർപ്പിൾ കളർ അല്ലേ? ലൈറ്റ് പർപ്പിൾ. എനിക്കില്ലെങ്കിൽ റെഡും ബ്ലാക്ക് ഭയങ്കര ഫേവറേറ്റ്. ചെറുപ്പം മുതൽ തന്നെ ഫേവറേറ്റ് കളറാണ് എൻ്റെ റെഡും ബ്ലാക്കും. പക്ഷെ ഈ ഡേറ്റ് എനിക്ക് പർപ്പിളിനോടാണ് കൂടുതൽ ഇഷ്ടം. തുടങ്ങിയത് ഈ ഒരു ലൈക്ക്നെസ്, ഈ കളറിനോടുള്ള ഒരു ലൈക്ക്നെസ്. പക്ഷെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ലൈക്കായി. അന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ടൈമിനും അങ്ങനെ. ഇവളും ആദ്യം പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ്. ഇവളും കാണുമ്പോൾ തന്നെ അത് ലൈക്കായി, ഞാനും കാണുമ്പോൾ എനിക്കും ഭയങ്കര ലൈക്കായി. ഞാൻ പിന്നെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം ആ ഡ്രസ് എന്റെ സ്വന്തമായി. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എനിക്കിപ്പോ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പോ എനിക്ക് ലൈക്കുള്ള ഫുഡ്. നിനക്കെല്ലാം ഫുഡ് ലൈക്കല്ലേ? ലൈക്കുള്ളത് എന്ത് വെച്ചിട്ട് പൊറോട്ട അല്ലേ?
പൊറോട്ട ബീഫ് അതന്നെ പൊറോട്ട ഭയങ്കര ലൈക്ക് ഉച്ചക്കെല്ലാം പൊറോട്ട എന്നിട്ട് തിന്നുന്നു പൊറോട്ട എനിക്കിഷ്ടമില്ലാത്ത ഫുഡ് അല്ല എൻ്റെ ആ ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക് പോയിന്റ് ആവാ പൊറോട്ട ഭയങ്കര ഇഷ്ടം രാത്രിയെല്ലാകുമ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് അൽഫാം തിന്നാൻ തോന്നുന്നുണ്ട് അൽഫാം ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ പൊറോട്ടയും ബീഫ് അങ്ങനത്തെ ഒക്കെയാണ് സോറി പൊറോട്ടയും ബീഫും അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് ലൈക്ക് അപ്പൊ രാത്രിയാകുമ്പോ ഞാനിങ്ങനെ പറയാം എനിക്ക് അൽഫാം കഴിക്കാൻ തോന്നുന്നുണ്ട് പോവാ ഇപ്പൊ പാതിരാത്രി 2 മണിക്ക് പറഞ്ഞാൽ എനിക്ക് 2 മണിക്ക് ഞാൻ അൽഫാം എടുത്ത് തരാം അപ്പോ ആള് പറയുന്ന എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ തോന്നുന്നു എനിക്ക് ഇഷ്ടമല്ല പൊറോട്ട എന്നെ വീട്ടിൽ പോയാലും എനിക്ക് ഉമ്മ പത്തിരി ഉണ്ടാക്കി തരും ഇവർക്ക് പൊറോട്ട ആണെങ്കിൽ എനിക്ക് പത്തിരി വേറെ തന്നെ ഉണ്ടാക്കി തരും അപ്പോൾ ഇപ്പൊ ആര് ക്വസ്റ്റ്യൻ കേട്ടാ ഞാൻ കേട്ടതാ ഇപ്പൊ ഞാൻ കേൾക്കാനല്ലേ മൈ ഫേവറേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത് മിരിണ്ട ഓറഞ്ച് മിരിണ്ട ഓക്കെ എനിക്ക് പണ്ട് മുതലേ ഞങ്ങൾ മിരിണ്ട ഞങ്ങൾ ലവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞമ്മ എടുക്കുന്നത് കൂടുതലും അപ്പൊ എനിക്ക് മിരിണ്ട അങ്ങനെ ഒന്നുമില്ല ഏതായാലും കുടിക്കുക അങ്ങനെ ഉണ്ടായിരുന്നുള്ള പിന്നെ ആളുടെ ഒപ്പം കൂടിയിട്ട് മിരിണ്ടന് എപ്പോഴും നമ്മളെ കാറിൽ എന്തെങ്കിലും മിരിണ്ട ഉണ്ടാവും എന്തില്ലെങ്കിലും മിരിണ്ട ഉണ്ടാവും അപ്പൊ ഇപ്പൊ എനിക്ക് അതന്നെ കറന്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ളത് മിരിണ്ട തന്നെ അപ്പൊ എല്ലാ ആൻസർ അറിയാം തേങ്ങ അറിയും ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു ടഫ് ക്വസ്റ്റ്യൻ ടഫ് ഒന്നുമില്ല അല്ല 3 അണക്കും 3 തന്നെയല്ലേ ഇപ്പൊ നീ കേൾക്കാൻ പോന്നല്ലേ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് അതായത് എനിക്ക് എങ്ങനത്തെ സ്ഥലത്തോട്ടാ കൂടുതൽ ഇഷ്ടം പോകാന് അതാണ് എനിക്ക് കാട് കുന്ന് മല അങ്ങനത്തെ എല്ലാ പ്ലേസാണ് അപ്പന് ഇഷ്ടം എനിക്കിഷ്ടമുള്ളത് വേണ്ട ഞാൻ പറയുന്നില്ല ആ ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ എപ്പോ റെഡിയാക്കിന് ഇന്നലെ റെഡിയാക്കിന് നീ ക്വസ്റ്റ്യൻ ഇന്ന് റെഡിയാക്കിയത് അപ്പൊ അപ്പന് ഇങ്ങനെ കാട് മല ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ എല്ലാമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല അങ്ങനെ ട്രക്കിങ് എല്ലാം ആക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആള് ഞാൻ ട്രക്കിങ് എല്ലാം ആക്കുമ്പോ പാതി വഴിക്കന്നെ ഇങ്ങനെ എടുത്തോണ്ട് പോന്നെങ്കിൽ ഞാൻ കൂടെ വരാം പക്ഷെ എടുത്തോണ്ട് പോവാ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇങ്ങനെ നല്ല ഞങ്ങൾ ഇതിന്റെ കുറച്ച് ഗ്യാപ്പായി ഞങ്ങളൊരു ഗുംപ്പ ഞാൻ എന്റെ നാട്ടില് പൊസടി ഗുംപ്പായിട്ടുണ്ട് അത് എന്റെ നാട്ടിലാവാ ബയർ നാട്ടില് അപ്പൊ അവിടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കയറിയിട്ട് എനിക്ക് ഫുള്ള് വയറ് കുത്തെടുക്കലും ഞാൻ ഫുള്ള് ടയർഡായിട്ട് കുറച്ച് നേരം പിന്നെ അവിടെ തന്നെ ഇരുന്നു നല്ലോണം എനിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും എടുക്കാൻ തന്നെ വിചാരിച്ചു പക്ഷെ ഇവിടെ എടുത്താൽ എന്നെ ആരെങ്കിലും എടുക്കേണ്ടി വരും ഫുള്ള് ടയർഡായി എന്തോ പോലെ അന്ന് പോയിട്ട് പക്ഷെ അന്നത്തെ ഡേ നല്ല എൻജോയ് ചെയ്ത് കാരണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊപ്പാണ് ഞമ്മ പോയത് സംസാരിച്ച് ഇട്ടായി അങ്ങനെ നല്ല രസമായിരുന്നു രാത്രി സൗണ്ട് എല്ലാം കേൾക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് ഒരു 9:30 കഴിഞ്ഞല്ലോ അവിടെ നിൽക്കുമ്പോ ഞങ്ങ മാത്രമേ ഉണ്ടായിരുന്നത് ആ ഒരു മലയില് ഞമ്മ 4 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ നല്ല എന്തെല്ലാം സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞമ്മ മെല്ലെ വന്നു പിന്നെ ഉമ്മയും കോൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഞമ്മ നൈറ്റ് ഇങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല സംസാരിക്കാൻ പറ്റുന്നില്ല കോൾ വരുന്നുണ്ട് വന്ന് അപ്പന് ഇഷ്ടമുള്ള പ്ലേസ് ആണ് ഫോറസ്റ്റ് ഹിൽസ് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സംഭവം പ്ലേസ് സൗണ്ട് വിൻഡോ തുറന്നിട്ട് മാക്സിമം ഞാൻ ഒച്ച എടുക്കുന്നുണ്ട് ഞാൻ മാത്രമേ ഒച്ച എടുക്കുന്നുള്ളൂ ആളെ കണ്ടില്ലേ എനിക്കത്ര ഒച്ച ഒന്നുമില്ല ഞാൻ പാവല്ലേ എന്തില്ലാത്ത ഒച്ച ഇല്ലാന്ന് ക്വസ്റ്റ്യൻ അല്ല പറഞ്ഞ
എന്ത് മൈ സാൻഡൽ സൈസ് സിമ്പിൾ അല്ലേ? സൈസ് എന്ത് എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് ചെല്ലാണ്. ഷൂൻ്റെ അല്ല ചെരുപ്പിൻ്റെ. അവളെ കാലിന്റെ സൈസ് ഇല്ലേ, നാളെ പോകുമ്പോൾ ചെറുതായി കൊണ്ടുപോകുന്നു. 7 6 7 അല്ലേ അപ്പൊ 6 5 or 6 ആണ് എൻ്റെ സൈസ്. എനിക്ക് 5 ആണ് കറക്റ്റ് സൈസ്. ഷൂലല്ല അങ്ങനെ വരുന്നത്. പക്ഷെ എന്റെ സൈസ് 5 6. മാറ്റിയതാണ്. അല്ല എന്റെ ബ്ലൂ ചെരുപ്പിന് 35 അല്ലേ. പിന്നെ എനിക്ക് വേറെ ഏത് ചെരുപ്പെടുത്ത് എന്നാലും 6 എന്ന് വരും. അതിനാണെങ്കിൽ ഞാൻ ഒരു പോയിന്റ് കൊടുത്തേന്. പക്ഷെ 7 അല്ല എന്തായാലും. അതല്ല പറഞ്ഞ 6 പിന്നെ അതില്ല. ഇതെന്ത് അങ്ങനെ നമുക്ക് 1 to 10 ഓളം ഇങ്ങനെ കൗണ്ട് ആയിക്കൊണ്ടിരിക്കാലോ. റോങ്. 6 അല്ലേ? 5 6 5 പിന്നെ 6 ആണ്. അങ്ങനല്ല 5 ഒരു കറക്റ്റ് എക്സാക്ട്. പിന്നെ 6 ഇങ്ങനെ ആണ് കുറച്ച് ലൂസായിട്ട് ആണ്. 7 എന്തോ ആന്നില്ല എനിക്ക്. ആള് പറഞ്ഞത് കേട്ടില്ലേ, നാളെ പോകുമ്പോൾ സൈസ് ചെറുതായിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ വലിയ സൈസ് പറയാന്ന്. ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ. അപ്പൊ അപ്പന്റെ ഒരു റോങ് കഴിഞ്ഞാലേ എന്റേതല്ലേ. എനിക്ക് ലൈക്ക് ബൈക്ക് ഓർ കാർ. കുടുങ്ങി മോളെ കാർ. അപ്പന് ലൈക്ക് ബൈക്ക് സംഭവം. പക്ഷെ കാറിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ ആള് ഗൾഫിലുണ്ടായിരുന്നു. നാട്ടിലേക്ക് വന്ന് തന്നെ ബൈക്ക് എടുക്കുക ഒരു പ്ലാനില്. ഉപ്പ ബൈക്ക് എടുത്തിട്ട് കൊടുക്കുന്ന പ്ലാനിലായിരുന്നു നാട്ടിലേക്ക് വന്നത്. എന്നാലും ഇപ്പൊ ഞാനാണ് ബൈക്ക് ഗിഫ്റ്റ് ചെയ്തത് അപ്പന്. അപ്പോൾ ഇപ്പൊ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും പോവാൻ രസം കാറിൽ തന്നെ. ലോങ്ങല്ല പോവാനോ ഇതാക്കാനല്ല നമുക്ക് എന്തെങ്കിലും കാർ എടുക്കണം. ഇപ്പൊ എന്തായാലും ബൈക്ക് മടുത്തിട്ടുണ്ടാവും. ഇപ്പം ബൈക്കുമേ തന്നെ ഉള്ളത്. അപ്പൊ എന്തായാലും മടുത്തിട്ടുണ്ടാവും. ഞാൻ കാറേ പറയും. കാറല്ലേ കാറ്. ഇപ്പൊ അടുത്തിട്ട് ഇങ്ങനെ കൊറേ പ്രാവശ്യം ഇങ്ങനെ പറയാം, ഇപ്പൊ ഒരു ചെറിയ ഏരിയയില് നമുക്കൊരു കാർ വാങ്ങാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ ബൈക്കിന് തന്നെ നമുക്ക് പോറ്റാൻ കഴിയുന്നില്ല. എനിക്ക് കാർ ഇൻഷാല്ല എടുക്കും. ഫ്യൂച്ചറിൽ എന്തായാലും ഇൻഷാല്ല എടുക്കും. ഇൻഷാല്ല അല്ലാഹു തൗഫീഖ് നൽകി എന്തെങ്കിലും എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർക്ക് അതായത് മടുക്കും കുറേ നേരം കാണുമ്പോൾ ലാഗാകുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേ അപ്പന് വേർപ്പിന്റെ അസുഖം പണിയെടുക്കാൻ പോകുന്നുണ്ടല്ലേ? വേർപ്പിന്റെ അസുഖം ഉണ്ടായിരിക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ടയർഡ് ആവും. ജസ്റ്റ് ഒരു ടാബ്ലറ്റ്. ഞാൻ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു സെറ്റപ്പിൽ ലാസ്റ്റ് കാണിക്കാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത്രല്ലേ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്. എല്ലാം കുറച്ച് റീച്ച് ആക്കി തരുമോ? അപ്പോ ഞാനല്ലേ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാനല്ലോ സൈസ് കേട്ട ബേക്ക് നീ കേട്ടീനാ? നീ എന്ത് കേട്ട? മൈ ഫേവറേറ്റ് ഫുഡ്. മൈ ഫേവറേറ്റ് ഫുഡ് വെച്ചല്ലെങ്കിൽ ഇപ്പൊ നീ ഇപ്പൊ നിനക്ക് ലൈക്ക് പൊറോട്ട ബീഫ് അങ്ങനല്ല. എനിക്ക് ലൈക്ക് ഫുഡ് വെച്ചല്ലെങ്കിൽ ടോട്ടലി എനിക്ക് എന്ത് ഇഷ്ടോന്നിട്ട് ഇങ്ങനെ വെജ് നോൺ വെജിലേത് അങ്ങനെ ഫുള്ള് ടോട്ടലി ആയിട്ട് എനിക്ക് ഫേവറേറ്റ് ഫുഡ് വെച്ചല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ഒരു ഐറ്റം ഉണ്ട്. ഇവൾക്ക് വെജ് തീരെ തിരിഞ്ഞു നോക്കൂല വെജിനെ. നോൺ വെജ് ഇടയ്ക്ക് മാത്രം. പിന്നെ നോൺ വെജിൽ ചിക്കനാണ് മെയിൻ ലൈക്ക്. ചിക്കൻ വെച്ചാല് ഓൾ എന്ത് വേണേ ചെയ്യും ചിക്കൻ കിട്ടാൻ. ചിക്കൻ ഫാനാണ്. പിന്നെ അതില് പിന്നെന്ത് അത്ര തന്നെ. എനിക്ക് ചിക്കൻ ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ്. ചിക്കൻ ഏത് നിൽക്കില്ല, എന്താക്കിയാലും ചിക്കൻ ഞാൻ കഴിക്കും. അതൊരു
ടേസ്റ്റ് ഇല്ല, ഇങ്ങനെ ഉപ്പ് കുറവാണെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും മസാല വീഴരുത്. അപ്പം അതിലെന്തെങ്കിലും മസാലപ്പൊടി ഇങ്ങനെ ഒക്കെ ഇട്ട് ഞാൻ വേറെ ഫ്രൈ ചെയ്തിട്ടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കും. എനിക്ക് ഫേവറേറ്റ് ചിക്കൻ, ഐ എം എ ചിക്കൻ ഫാൻ അല്ലേ. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ ഫിഷ് ആയാലും ഫിഷെല്ലാം തീരെ ഇഷ്ടമല്ല എനിക്ക്. പക്ഷെ ഇങ്ങനെ ഫ്രൈ എല്ലാം ചെയ്താല് ഞാൻ എന്തായാലും കഴിക്കും. പിന്നെ ഇങ്ങനെ ഇട്ടില്ലേ കൊഞ്ചരുത് പ്രോൺസ്, പിന്നെ നണ്ട്, ക്രാബ് പ്രോൺസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്തൊക്കെ വലിയ ഇഷ്ടമുണ്ട്. അങ്ങനെ അപ്പൊ എന്റെ ചോദ്യം ചോദിക്കുന്നത്, അപ്പൊ നിങ്ങക്ക് പോയിന്റ് വേണ്ടേ? പോയിന്റ് വേണ്ടേ? പോയിന്റ് വേണ്ടേ? ഓക്കെ. എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക്, അതായത് ടീ ഓർ കോഫി ഓർ ജ്യൂസ്, ഇതിൽ ഏതാണ് ഞാൻ കൂടുതൽ കുടിക്കുന്ന, ഏതാണ് കൂടുതൽ ലൈക്കുള്ളത്? കൂടുതൽ കുടിക്കുന്നത് വെള്ളം അല്ല, അത് ഓപ്ഷനിലില്ലല്ലേ. ടീ, കോഫി ഓർ ജ്യൂസ്? ജ്യൂസ് കുടിക്കുന്നില്ലേ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെ പുറത്ത് പോയാൽ ഒരു 10 ഇങ്ങനെ ബോട്ടിൽ കിട്ടില്ല, അങ്ങനെ കുടിക്കും. പിന്നെ ലൈം സോഡ കൂടുതൽ കുടിക്കാൻ. ഞാൻ ഇവിടെ ഷേക്ക് എടുക്കും, ഞാൻ ലൈം സോഡ അല്ലെങ്കിൽ ഇവിടെ പകുതി ഷേക്ക് അങ്ങനെ കുടിച്ച് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുടിക്കും. ഇയാള് ടീ തന്നെ കുടിക്കാല്. ടീ ഞാൻ ഉണ്ടാക്കിയ ടീ ഭയങ്കര ഇഷ്ടം. ഞാനൊരു കപ്പ് ഉണ്ടാക്കും, അതിൽ പകുതി കപ്പ് ആള് അടിച്ചു മാറ്റും. ബ്ലാക്ക് ടീ ആണ് കുടിക്കല്. ഇവൾക്ക് എനിക്ക് പാൽ ചായയാണ് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ ചെറുപ്പത്തിലെ ആ ഒരു ഹാബിറ്റിലാണ് വളർന്നത്. പക്ഷെ വളർന്ന പോലെ ഒന്നും ഞാൻ ഇപ്പൊ ജീവിക്കുന്നില്ല ഗൈസ്. അത് ഓർക്കുമ്പോ ഞാൻ പറയാം, എനിക്ക് പാൽ ചായയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ബ്ലാക്ക് ടീയിലേക്ക് മാറിയതാണ്. കാരണം ഇവിടെ അങ്ങനെ പാല് കൊണ്ടുവരില്ല, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ബ്ലാക്ക് ടീ ഇതായി. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ടൈം എന്തായാലും ഇപ്പൊ അടുത്തിട്ട് കുറച്ചായി പാല് കൊണ്ടുവരാൻ. എന്നോട് പറഞ്ഞു നിങ്ങക്ക് വേണം, അപ്പൊ ഞാൻ കൊണ്ടുവരാം. മുമ്പ് ഗൾഫിൽ ഉണ്ടാവുന്ന ടൈമിലും പറഞ്ഞു നിങ്ങക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പാല് കൊണ്ടുപോകാം. ഞാൻ പിന്നെ വേണ്ടാന്ന് തന്നെ പറഞ്ഞു, എക്സ്പെൻസ് കൂട്ടണ്ടല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ കഴിക്കേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ പാല് കൊണ്ടുവന്ന ഒരു 3-4 ഡേയ്സ് എനിക്ക് ഒരു പാക്ക് പാല് മതിയാവും. അപ്പോൾ ചിലപ്പോൾ മതിയാവില്ല, കാരണം ഞങ്ങൾ നൈറ്റ് ഒക്കെ എന്തെങ്കിലും ഫുഡ് ആക്കുമ്പോൾ കോൾഡ് കോഫി കോഫി എല്ലാം ഉണ്ടാക്കും. അത് കുടിച്ച് തീർക്കുന്ന മുഴുവൻ അപ്പമായിട്ടുണ്ടാവും. ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് താഴെ പോകുന്നത്. എന്നിട്ടില്ലേ അവിടേക്ക് എത്തിയതിന് ശേഷമല്ലേ എനിക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കിയ പാത്രമൊക്കെ കഴുകാനുണ്ടാവും. അപ്പം ഞാൻ അത് കഴുകാന്നാണ് ഗ്യാപ്പിലില്ലേ ഇവിടെ എന്നെ പറയാൻ വിടും. കോഫി പകുതി ഉണ്ടാവും, ഞങ്ങൾ മേലെ വന്നിട്ടാണ് ബേക്ക് എന്നിട്ട് ഞമ്മ കുടിക്കലും തിന്നലും മേലെ വന്നിട്ടാണ്. അപ്പോ എന്താ പകുതി ഉണ്ടാവും, അല്ലെങ്കിൽ ഷെയർ ഞാൻ കൂടുതൽ ഇപ്പൊ ഞാൻ കുടിച്ചില്ലെങ്കിലും ആൾക്ക് ഞാൻ കുടിപ്പിക്കും, കുടിപ്പിക്കും എന്നെ ചെയ്യും. അത് ഞാൻ എന്തെങ്കിലും ടേസ്റ്റ് നോക്കും, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉണ്ടാവുള്ളൂ എനിക്ക്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് ലാഗാണ് അന്താജിൽ. ഇപ്പൊ അല്ല ഞാനല്ലേ ചില മൈ ഫേവറേറ്റ് പ്ലേസ്. എനിക്ക് അങ്ങനത്തെ ഇപ്പം നീ പെട്ട സ്ഥലത്തെ എനിക്ക് ഇഷ്ടം. ഇപ്പം നിനക്ക് മല ഫോറസ്റ്റ് ഏരിയയിൽ ഇഷ്ടം. എനിക്കിഷ്ടമുള്ള പ്ലേസ് എങ്ങനത്തെയാ? എനിക്ക് ഒന്ന് മെയിൻ പ്ലേസുകൾക്ക് ലൈക്കുള്ള മണാലി, കാശ്മീർ. ആദ്യം കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, പിന്നെ അത് മാറിയിട്ട് മണാലി ആയി. അതായത് ഐസ്, അങ്ങനത്തെ സ്നോ ഏരിയ, അങ്ങനത്തെ ടൈപ്പ് പ്ലേസ് ആണ് ഇവൾക്ക് ലൈക്ക്. ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് പോണം ഒരു പ്രാവശ്യം. എനിക്ക് മണാലി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആൻസർ മണാലി എന്നാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. കാരണം മണാലി ഇപ്പൊ അപ്പൻ്റെ ഒപ്പം ചേർന്നിട്ട് ഞാൻ മുണ്ടണ്ടി. അപ്പോ ഞാൻ മുണ്ടുന്ന ഇടയിൽ മുണ്ടുണ്ട്, അപ്പം ചൊട്ടി വരുന്നു. അപ്പൊ എനിക്ക് മണാലി ഭയങ്കര ഇഷ്ടപ്പെട്ടാനുള്ള റീസൺ തന്നെ അപ്പൊ എൻ്റെ ലൈഫിക്ക് വന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞ ഈ കാശ്മീർ വേണ്ട, അവിടെ നല്ല റിസ്ക് എല്ലാം ഉള്ള ഏരിയ, നമ്മൾ മണാലി പോവാം.
മണാലിയെങ്കിലും പോയാൽ മതിയായിരുന്നു അല്ലേ. പക്ഷേ ഇൻഷാല്ലാ ഞാൻ എന്തായാലും പോകും. അപ്പോൾ മണാലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണാലി. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും പോകണം. കാശ്മീർ അങ്ങനെ ആഗ്രഹം ഞാൻ വിട്ട്. സെയിം തന്നെ സ്നോ ആ ഒരു വ്യൂ തന്നെയല്ലേ. അപ്പം എനിക്ക് മണാലി പോയാലും മതി. എപ്പോൾ കൊണ്ടുപോകും ഇൻഷാല്ലാ? ഇങ്ങനെ കുറേ ഇൻഷാല്ലാ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ ഫിൽഡാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ആറാമത്തെ പോയിന്റ് വേണ്ടേ? ഞാൻ പോയിന്റ് കിട്ടിയിട്ടാണ്. പോയിന്റ് ഞാൻ എത്ര റോങ് ഇങ്ങനെ റൈറ്റ് ഇട്ടു. ഞാൻ ചോദിക്കുന്നേ, എനിക്ക് ധരിക്കാൻ, അതായത് വസ്ത്രം ധരിക്കാൻ ഏകദേശം ഷർട്ടാണോ ടീഷർട്ടാണോ? ഞാൻ പറയാം. അപ്പന് ധരിക്കാൻ ഇഷ്ടം, ധരിക്കാനല്ല എടുക്കാൻ തന്നെ ഇഷ്ടം ടീഷർട്ടാണ്. അപ്പന് എന്താ പറയുക, ബോഡി ഷേമിങ്ങിൻ്റെ ആളാണ് അപ്പു വേറെ ആൾ ചെയ്യുന്നില്ല. അപ്പുവിനെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യും. കാരണം അങ്ങനെ ശ്രദ്ധിക്കോ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് വല്ല തടി അങ്ങനൊന്നുമില്ല, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പം ഈ വീഡിയോ തന്നെ ഞാൻ പറയാം, നമ്മൾ മുമ്പ് തന്നെ മാരേജ് കഴിഞ്ഞ ടൈമിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വ്ളോഗ്സൊക്കെ എടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ ബോഡി ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ അന്ന് എനിക്കും റെസ്ട്രിക്ഷനൊക്കെ തന്നിട്ടാണ് ഇപ്പോൾ ഒരു ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ആ ഒരു മെൻറ്റാലിറ്റി മാറി അപ്പുവിൻ്റെ. അല്ലെങ്കിൽ അപ്പന് ഒരു കോൺഫിഡൻറ്റ് ഇല്ലായ്മ, അപ്പുവിൻ്റെ ബോഡിയിൽ തന്നെ അപ്പനൊരു കോൺഫിഡൻറ്റ് ഇല്ല. അങ്ങനെ വല്ല തടിയോ അങ്ങനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അപ്പന് അത് എന്തോ പോലെ തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് ഓക്കെ ആയി. എന്നാലും മുഴുവനായിട്ട് അതൊരു മാറിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഇന്നുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെയായാലും നീ എൻ്റെതല്ല, എനിക്ക് എന്തെങ്കിലും കംഫർട്ട്, എനിക്ക് അപ്പനെ പോലെ വേറെ ഒരാളെ കംഫർട്ടല്ല, അത്ര എനിക്ക് കംഫർട്ട് ഉണ്ട്. പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എന്തെങ്കിലും എടുത്തി തരണോ, ജ്യൂസാ ഷേക്കാ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. അപ്പം അപ്പന് ഇഷ്ടം ടീഷർട്ട്. ഞാനാണ് പിന്നെയോ ടീഷർട്ടെല്ലാം വാങ്ങിക്കല്, അപ്പന് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ ബോഡിനെ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കാണും. അപ്പൊ അത്ര നല്ല ഷേപ്പ് കാണാനുള്ള അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ആരും ഇതുവരാരും പറഞ്ഞിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. അപ്പന്നെ സ്വയം ഡിമോട്ടിവേറ്റ് ചെയ്യുന്നു, അതാണ് പ്രശ്നം. പക്ഷെ ടീഷർട്ട് ഇട്ടാലോ നല്ല ഭംഗിയാ. അതൊരു ഇതിന് ഷർട്ടിനേക്കാളും ചെറുപ്പ ലുക്കൊക്കെ കാണുന്ന അതന്നെ, ഇതിനേക്കാളും ചെറുപ്പ ലുക്കും കാണുന്നത് ചെറുപ്പ ലുക്ക് കാണുന്നത് അപ്പോ ടീഷർട്ട് ഇട്ടാൽ നല്ല ലുക്ക് കാണും. ഞാൻ മുമ്പൊരു വ്ളോഗ്സ് ഉണ്ടായിരുന്നു, അതിൽ ടീഷർട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ അമീറെല്ലാം കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് തോന്നിയാൽ മതി. അപ്പോൾ അപ്പന് ടീഷർട്ട് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ? എന്റെ ആൻസർ എങ്ങനെയാ? എനിക്കല്ല അപ്പനെ പറ്റിട്ട്, അപ്പനെ എന്നെ പറ്റിട്ട് എന്തറിയില്ല. അപ്പൊ ഇതുവരെല്ലാം പറഞ്ഞു ഞാൻ കറക്റ്റ് തന്നെയല്ലേ പറഞ്ഞു? ഒന്നാ തെറ്റില്ലേ? തെറ്റിച്ചോ ഞാൻ? കണ്ണുകൊള്ളൂ നെൽറ്റല്ലേ? മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. അതൊരു ഡയലോഗ് ഉണ്ട്, ലൂസിങ് യു ഈസ് ദി ബിഗ്ഗസ്റ്റ് ഫിയർ. അങ്ങനെ എന്നെ നഷ്ടപ്പെടുന്നത് നിന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ? അതാ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? ഞാൻ ചേഞ്ച് ആവും. മൈ ബിഗ്ഗസ്റ്റ് ഫിയർ ഞാൻ നിന്നോട് ഇന്നലെ കൂടി പറഞ്ഞതാണ് ഈ സംഭവം. ഇന്നലെ കൂടി ഞാൻ പറഞ്ഞതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണെന്ന്. ഇന്നലെ എന്നെ പറ്റിട്ട് ഒന്നും അറിയില്ല എനിക്ക്, ഷാളെ പറ്റിട്ട് എല്ലാം അറിയാം. കണ്ടില്ലേ ഗൈസ്, ഞാൻ ഇപ്പൊ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. നഷ്ടപ്പെടുന്നതന്നെ. പക്ഷെ അപ്പുനൻസ് പറഞ്ഞിട്ടല്ല, എനിക്ക് ഞാൻ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കുന്നതല്ല, ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ
ഇഷ്ടപ്പെടോ? ഓക്കെ, ഞങ്ങൾക്ക് ഓർമ്മ ഇന്നലെ നീ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഞാൻ പറയാം ഇവള് സ്നേഹിക്കുന്ന ആൾക്കാരെ ഇവള് നഷ്ടപ്പെടുവോന്ന് അറിഞ്ഞിട്ടാണ് ഇവൾക്ക് ഫിയർ ഉള്ളത്. എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ ഇന്നലെ കൂടി പറഞ്ഞതല്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ കൂടി പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ അതാണ്. എനിക്ക് എൻ്റെ പാരൻസ് ആയാലും സിബ്ലിങ്സ് ആയാലും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ അത്ര അറ്റാച്ച്മെന്റ് എൻ്റെ ഒരു പ്രൈവസി ഒരു സർക്കിളെന്ന് വളരെ ചെറുതാണ്. എനിക്ക് ഇങ്ങനെ കുറേ അറ്റാച്ച്മെൻറ്റ്സ് അങ്ങനെ ഒന്നുമില്ല, കുറേ ആൾക്കാരോടൊന്നുമില്ല. അത് ഞാൻ കുറേ പാഠത്തിൽ പഠിച്ചതാണ്, അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ സർക്കിളേ ആൾക്കാരെ അറ്റാച്ച്മെൻറ്റുള്ളൂ, ഇമോഷണലി അറ്റാച്ച്മെൻറ്റുള്ളൂ. അവരെ നഷ്ടപ്പെടും തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. അതെനിക്ക് ഭയങ്കര പേടി. അത് ചിന്തിക്കുമ്പോൾ ഞാൻ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അങ്ങനെ അത് എന്തെങ്കിലും ഫസ്റ്റ് അപ്പോൾ തന്നെ എന്നാലും അങ്ങനെ ഒരു തിങ്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ. എപ്പോഴും എൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ അതാണ്. ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ആവുന്ന മുമ്പിൽ ഞാൻ എന്തെങ്കിലും ആയാൽ മതി. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് എന്തോ പോലെ. ഇതില്ലേ സംഭവം ചെറിയ ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ബൈക്ക് എനിക്ക് ലൈക്ക് ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണ്? ലൈക്കുള്ള ബൈക്ക് ഇവൾക്ക് അറിയാതെ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു സംഭവം. അതിന് ഒരു സ്റ്റോറി പറയാം. ഞാനിപ്പോ 26 മിനിറ്റ്. ഓക്കെ, ഞാൻ സ്റ്റോറി പറയാം. എന്താന്ന് വെച്ചാല് അപ്പുന് ഇഷ്ടം പറഞ്ഞാല് ബുള്ളറ്റ് ബൈക്കാണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ ഗൾഫിലുണ്ടാകുന്ന ടൈമിൽ എന്നോട് നമുക്ക് വന്നിട്ട് അതെടുക്കണം ഇതെടുക്കണം, പക്ഷെ ആളുടെ കയ്യിൽ ഒരു സേവിങ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിങ്ങനെ മന്ത്ലി ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ സ്കിപ്പ് ആവും, എനിക്ക് വായിക്കാറില്ല. പക്ഷെ ഇങ്ങനെ അയച്ചു തന്നത് എനിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിലവ് ചെയ്തിട്ടില്ല. ഇപ്പം നോർമലി ഇവിടെ വെക്കുന്ന ഫുഡ് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടുണ്ടായി. എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലോ അങ്ങനെയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സേവിങ്സ് ആക്കിയിട്ട് വെച്ചിട്ട് ഞാൻ അപ്പന് വേണ്ടിയിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് അതാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചത് അപ്പോൾ വരുന്നൊക്കെ ആകുമ്പോൾ ബുള്ളറ്റ് ഞാൻ സർപ്രൈസ് ആക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ ഉണ്ടായത്. പക്ഷെ ആ ക്യാഷിന് ഷോർട്ടേജ് വന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തതാണ് ഈ വണ്ടിയായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് കംഫർട്ട്. എനിക്ക് ബുള്ളറ്റിലും ഈ ഒരു കംഫർട്ട് സോണില്ല. ഞാനൊരു ഇതിൽ പറയുന്നല്ല, പക്ഷെ അതിൽ എന്തോ കുണ്ടിലേക്ക് ഇട്ട പോലെ താഴ്ന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ അപ്പനിങ്ങനെ എനിക്ക് ചാരാനൊന്നും പറ്റുന്നില്ല. ഈ ബൈക്കിൽ ഞാൻ ഹൈറ്റില്ല, ഞാൻ അപ്പനായിട്ട് നല്ലോണം ഹൈറ്റ് കുറവാണ്. അപ്പൊ ഈ ബൈക്കിലാകുമ്പോൾ ഞാൻ അപ്പുമായിട്ട് ബാലൻസ് ആവും. ഇല്ലെങ്കിൽ എന്താവും, ഞാനെന്തോ ഇങ്ങനെ ഉണ്ടാവും, അപ്പം ഇങ്ങനെ ഓടിക്കും. പക്ഷെ അപ്പന് നല്ല സൂട്ടാട്ടോ ബുള്ളറ്റ്. അപ്പൻ്റെ ഈ ബോഡിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പ ഓടിക്കുന്ന കാണാൻ. പക്ഷെ എനിക്ക് അതിൻ്റെ ബാക്കിലിരിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ ബൈക്ക് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. കാരണം അതിലിരിക്കാൻ ഞാൻ അടുത്തിരിങ്ങനെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ബുള്ളറ്റ് എൻ്റെ ആൻസർ തന്നെ കഴിഞ്ഞ നിന്റേത്. മൈ ബിഗ്ഗസ്റ്റ് സാഡ്നെസ്. ഇത് ഞാൻ ചേഞ്ച് ആന്ന് തന്നെ. പക്ഷെ നീ ചെലുത്തല്ല, എനിക്ക് ഇഷ്ടമുള്ളവർ എന്നെ ചേഞ്ച് ആകുന്നത്. എൻ്റെ ബിഗ്ഗസ്റ്റ് സാഡ്നെസ് പറഞ്ഞാൽ അതാ. കാരണം എൻ്റെ ഒരു ഒറ്റ മുഖത്തിൽ എപ്പോഴും ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്കിങ്ങനെ രണ്ട് ഫേസിൽ അവരൊരു കംഫർട്ട് അല്ലാത്ത പോലെയാണ് ഫീൽ ആകുന്നത്. ആരായാലും എനിക്ക് ഫാമിലി ആയാലും ആരായാലും എൻ്റെ ട്രൂ ആയിട്ട് തന്നെ വേണം. എനിക്ക് ഫേക്ക് ലവ് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ ഈ ഫേക്ക് ലവ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഫുൾ അത് സൈഡാക്കും. എനിക്ക് എപ്പോഴും എന്നോട് ട്രൂ ആയിട്ട് വേണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യം. പിന്നെ ആ ട്രസ്റ്റും ഇതും പോയാൽ പിന്നെ റിട്ടേൺ ഒരിക്കലും വരില്ല. അപ്പോൾ ഞാൻ ട്രൂ ആയിട്ട്
ലവ് ചെയ്തവർ കുറേ പേര് ഞങ്ങൾക്ക് 2 പേർക്കായാലും നല്ലോണം പണി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ബിഗ്ഗസ്റ്റ് സാഡ്നെസ് അതാ. കാരണം നമ്മളത്ര വിശ്വസിച്ചിട്ട് നമ്മൾ അത്ര ഒരു ഞാൻ ലവ്വെല്ലാം ഭയങ്കര എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് അവരെ സ്നേഹിച്ചിട്ട് അപ്പൊ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഓവറായിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഓവറായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോളൂ അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം എക്സ്പ്രസ് ഒക്കെ ചെയ്യും. അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഒരു ഇതാക്കാം എന്താ അത്. പിന്നെ ഗേൾസ് എന്തായാലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. എല്ലാ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. സാഡ്നെസ് ആയാലും എന്ത് ഹാപ്പിനെസ് ആയാലും എന്തായാലും നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ മനസ്സിലിട്ടിട്ടും കാര്യം. ഞാൻ മുമ്പൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ശത്രു അങ്ങനെ എനിമീസ് ഉണ്ടെങ്കിൽ പോലും എനിക്കങ്ങനെ ചെയ്തല്ലോ എപ്പോഴും കാണുമ്പോൾ അതൊരു ഓർമ്മ ആവുന്ന ആ ഒരാളാണ്. ഇപ്പം അങ്ങനെ മനസ്സിലിട്ടിട്ട് വെക്കുന്ന അങ്ങനെ ഒരാളാണ്. പക്ഷെ എനിക്ക് അത്ര ഹേർട്ടായത് സംഭവമല്ല. എനിക്കതെന്റെ മനസ്സിൽ പോകുന്നില്ല. ഇങ്ങനെ കട്ട് ചെയ്താലും അപ്പനത് ഓർമ്മ ഉണ്ടാവില്ല. കാരണം അപ്പം അത് വിടും. പക്ഷെ എനിക്ക് അതും ഇഷ്ടമല്ല അങ്ങനെ വിടാന്. ഇപ്പം നമ്മളെ മെൻസിനെ കൊന്നിട്ട് പിന്നെ സോറി പറഞ്ഞിട്ട് എത്ര കാര്യമില്ല. അങ്ങനെ സോറി പറയുകയാണെങ്കിൽ ഒരു ഉറപ്പ് വേണം അവർക്ക്, ഇനി ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന്. പക്ഷെ ആ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ സോറി പറഞ്ഞിട്ട് ആ സോറിന്റെ വാല്യൂ ആണ് അവർ ഇല്ലാത്താക്കുന്നത്. അല്ല നിന്നല്ല, പൊതുവെ ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ വ്യൂവേഴ്സ് ആയാലും അങ്ങനെ ആരായാലും നമ്മ ഇപ്പൊ തെറ്റ് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം. പക്ഷെ അതിനെ ബേക്ക് സോറി പറഞ്ഞിട്ട് പിന്നെ അതേ തെറ്റ് റിപ്പീറ്റ് ആക്കുന്നെങ്കിൽ ഒരു വാല്യൂ ആ സോറിക്കും ഉണ്ടാവില്ല, പിന്നെ ആ പേഴ്സൺ ഉണ്ടാവില്ല എന്തായാലും. നെക്സ്റ്റ് മൈ ബിഗ്ഗസ്റ്റ് സാഡ്നെസ് അല്ലേ. അപ്പൊ ഒന്നെ റോങ് കഴിഞ്ഞതൊക്കെ ഞാൻ ചോദിക്കുന്ന മൈ ഹാപ്പി മൊമെന്റ്. കുറേ ഉണ്ട്. പക്ഷെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള വൺ ഡേ നമ്മളെ നിക്കായിടേ ആയിട്ടുണ്ടോ ഹാപ്പി. ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും മാരേജ് ചെയ്തതല്ല. കല്യാണം പക്ഷെ പെട്ടെന്ന് കഴിക്കേണ്ടി വന്ന്. കഴിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാർ കഴിപ്പിച്ചേനെ. അങ്ങനെ വേഗം കഴിക്കേണ്ടി വന്നു. കഴിച്ചിട്ട് ആള് ഗൾഫിലേക്ക് പോയി. കഴിച്ചിട്ട് 8 മാസം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് പോയത്. ഗൾഫിലേക്ക് പോയി 2 month ആകുമ്പോ തന്നെ വന്നു. അതല്ല മുമ്പല്ല, നിക്കാന് മുന്നേ. അത് മുന്നേ ഇപ്പൊ പോയിട്ട് 2 year കഴിഞ്ഞിട്ട് വന്ന്. നിക്കാതിന്റെ മുമ്പ് നമ്മളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എൻഗേജ് ഒന്നല്ല, വീട്ടിൽ വന്നിട്ട് എനിക്കൊരു ടിങ്കൽ ഇട്ടിട്ട് പോയ സമയത്ത് എങ്ങനെ വന്നു. എന്നിട്ട് 2 month നിക്കാൻ പറ്റിയിട്ടാ ഭയങ്കര മിസ്സായി. അങ്ങനെ 2 മാസം അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ട് റിട്ടേൺ വന്നു. വിസ എല്ലാം ക്യാൻസൽ ആയിട്ട് അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ട് വിസ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ റിട്ടേൺ വന്നു. അത് ഒന്നിച്ചുണ്ടായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഒരു നല്ല ഹൈറ്റിലുണ്ടാവട്ടെ. ഒരു കുട്ടിക്കളി അങ്ങനൊക്കെ ആയിട്ട് അത് പോയി. പിന്നെ ഇപ്പൊ കുട്ടിക്കളി ഒക്കെ മാറി കേട്ടോ. ഒരു കുട്ടിക്കളിയും ഇല്ല ഗൈസ്, കുട്ടിക്കളിയേ ഉള്ളൂ. എന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കുഞ്ഞല്ലേ എന്നാ പറയുന്നത് എന്നോട്. വെറുതെ ഒന്നല്ല, സത്യമായിട്ട് ഞാൻ വേണം കുറക്കോട്ടെ. എന്റെതെല്ലാം എനിക്ക് എങ്ങനത്തെ ഫാമിലിയാണ് ഇഷ്ടം? ഐ മീൻ ജോയിന്റ് ഫാമിലി ആണോ അല്ല ചെറിയ ഒരു ചെറിയ ഫാമിലിയാണ്, സ്മോൾ ഫാമിലിയാണോ? ഇവൾക്ക് ഇഷ്ടം എന്താണെന്ന് അറിയാം. ഞാൻ ഇവള് മാത്രം ഒരു വീട്ടില്, അതാണ് ഇവൾക്ക് ഇഷ്ടം. ജോയിന്റ് ഫാമിലി ഇവൾക്ക് ഇഷ്ടമില്ല. സംഭവം ഇവള് കൂടുതലും ഒറ്റക്കായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒന്നിച്ചല്ല ഒറ്റക്കായിട്ട് ഇഷ്ടം. പക്ഷെ എനിക്ക് നേരെ തിരിച്ചിട്ട് എനിക്ക് എല്ലാരും വേണം ഒന്നിച്ച്. അങ്ങനെയൊക്കെയാണ് എന്റെ ഇഷ്ടങ്ങൾ. എല്ലാരും ഒന്നിച്ചിരുന്ന് സത്യത്തിൽ എനിക്കാണ് ആ ഫീല് വരേണ്ടത്. കാരണം ഞാൻ
ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം എല്ലാവരും അങ്ങനെ പറഞ്ഞു. അവിടെ ഇപ്പം ഹസ്ബൻഡിന് 2 സിസ്റ്റേഴ്സും പിന്നെ ഉമ്മ ഉപ്പ. ഇപ്പം ഉപ്പ ഇല്ല, മരിച്ചുപോയി. പക്ഷെ അപ്പം ഉപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ എൻ്റെ ഫാമിലി എല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങനെ പോയിട്ട് അവിടെ നിൽക്കും. പിന്നെ ഞാൻ കൂടുതൽ ഉമ്മാൻ്റെ ഒപ്പം തന്നെയാണ് മുമ്പായാലും, മാരേജിന് മുമ്പായാലും ഇങ്ങനെ നിന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ പോക്കൊന്നുമില്ല, ഫാമിലീൻ്റെ അടുക്ക് അങ്ങനെ ഒന്നും പോക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. പക്ഷെ കൂടുതൽ ഞാനാണ് ഇവിടെ നിൽക്കലോ. അവിടെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചേ പോവുള്ളൂ. ചിലപ്പോ ഒരു ദിവസം സ്റ്റേ ചെയ്യും, ഇല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ വരും. അവിടെ നിൽക്കലേ ഒറ്റക്ക് നിൽക്കലേ. അപ്പൊ എനിക്ക് ജോയിന്റ് ഫാമിലി ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഇങ്ങനെ നമ്മുടെ ഒരു പ്രൈവസി അങ്ങനെയൊക്കെ വേണം. അപ്പൊ നമ്മളുടെ ലൈഫല്ലേ നമ്മൾ ജീവിക്കണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. അങ്ങനെ അവരോടൊപ്പം ജീവിക്കണമെന്നല്ല, പക്ഷെ നമുക്കും ഒരു സ്പേസ് വേണം, നമുക്കൊരു ഗ്യാപ്പ് വേണം. ഇപ്പം ഞാൻ പറയുന്നത് ഇവിടുന്ന് മാറണം, സെപ്പറേറ്റ് ആവണം അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ഗൾഫ് എവിടെ പോയാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. അപ്പോൾ അതിനല്ലേ നമ്മൾ മാരേജ് കഴിക്കുന്നത്. പിന്നെ ഇല്ലെങ്കിൽ ലൈഫ് വേസ്റ്റ്. പകുതി അവിടെയും പകുതി ഇവിടെയും. ഇവിടെ ഞാൻ എന്തിനാ മാരേജ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒപ്പം ഇയാൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ, അല്ലാതെ ഇവരെ ഫാമിലിൻ്റെ ഒപ്പം നിൽക്കാന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഞാൻ വന്നിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാം, അങ്ങനെ ഞാൻ വന്നിട്ടേ ഇല്ല. പക്ഷെ ഞാൻ കൂടുതലുണ്ടായത് ഇവരെ ഫാമിലിൻ്റെ ഒപ്പമാണ്. നമ്മളെന്ന് ഒരു ജീവിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് പോയത് അങ്ങോട്ട്. പക്ഷെ അവിടെ പറ്റിയിട്ടാ, എനിക്ക് കുറെ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടാ. അതാണ് പിന്നെ എനിക്കും വരാൻ പറ്റിയില്ല. ഞാൻ വരുന്ന ടൈമിന് കൊറോണ ആയിട്ട് ഫ്ലൈറ്റ് എല്ലാം ക്ലോസ് ആയി, ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് പിന്നെ അവിടെ നിൽക്കേണ്ട ഓപ്ഷൻ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് അപ്പൊ ആ 2 years ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കാറേയില്ല. 1 day 2 day നിന്നിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും മിസ്സാകുമ്പോൾ അങ്ങനെ നിന്നിട്ടേ വരൂ. എന്നിട്ട് ഞാൻ കൂടുതൽ ഇവിടെ തന്നെ. എല്ലാവരും അങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് എന്താ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വീട്ടിലേക്ക് പോകാനാണ് നല്ലോണം ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ കാരണം ഞാൻ ഈ റൂമായിട്ട് നല്ല അറ്റാച്ചായി. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഉറക്കം വരാത്തായി, അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ ഒന്നിൽ കംഫർട്ടായാലും പിന്നെ എനിക്ക് വേറെ ഒന്നും കംഫർട്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ. പിന്നെ അപ്പൻ്റെ ഉപ്പാക്ക് അസുഖമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ തന്നെ. പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ എമർജൻസി കേസ് വന്നാൽ ഉമ്മ പറഞ്ഞാലും ഉമ്മക്ക് ഇങ്ങനെ ഒന്നും അത്ര ഇതാക്കാനൊന്നും അറിയില്ല. എന്താ ചെയ്യാ, പെട്ടെന്ന് റിയാക്ട് ആക്കാൻ. ഞാൻ കോളേജിൽ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും ചെയ്യും. അപ്പൊ ആ ഒരു ഉറപ്പുണ്ട്. ഉപ്പ എപ്പോഴും പറയും ഞാനൊരു ആൺകുട്ടിയാണ്. എന്റെ പേര് ചെല്ലാനും നിന്നോട് ആയിരിച്ചില്ലേ. അപ്പൊ അങ്ങനെ ഉപ്പ പറയുമായിരുന്നു. ഉപ്പ ഇല്ല, മെച്ചോയി. ഉപ്പ എനിക്കപ്പുറം വിശലാമക്കി കൊടുക്കട്ടാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇപ്പം അപ്പം എനിക്കിഷ്ടം സ്മോൾ ഫാമിലി, എനിക്ക് ജോയിൻറ്റ് ഫാമിലി ഇഷ്ടമല്ല. എന്തായാലും ജോയിൻറ്റ് ഫാമിലി എത്ര ഹാപ്പിയിലുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അത് അലമ്പുണ്ടാവുക തന്നെ ചെയ്യും. ഒന്നില്ലെങ്കിലും ഒരു കുട്ടികളുടെ പ്രശ്നത്തിലായെങ്കിലും അത് ഇതാവും. നമുക്ക് ദൂരെ ഉണ്ടെങ്കിൽ തന്നെ അവർ എപ്പോഴും ആ ഹാപ്പിനെസ്സിനെ കീപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഞാൻ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്, നമുക്ക് ചെറിയ ഫാമിലി മതി. സോ നെക്സ്റ്റ് എന്തല്ലേ ഇതാണ് ഇതില്ലേ ഞാൻ ചോദിക്കുന്ന നോക്ക് എൻ്റെ സ്ലീപ്പിംഗ് ടൈം സ്ലീപ്പിംഗ് ടൈം അല്ലെങ്കിൽ എത്ര അവേഴ്സ് ഉറങ്ങുന്ന എപ്പോൾ ഉറങ്ങുന്ന ഇപ്പം എണീക്കുന്നു. അപ്പോൾ പറഞ്ഞാല് കിടന്നാൽ അപ്പോ ഉറങ്ങും. അങ്ങനെ വീട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ മൂവി നോക്കും. അപ്പന് ഓർക്കില്ല. അപ്പൊ രാവിലെ എണീക്കും, ഡ്യൂട്ടിക്ക് പോകും. ഞാൻ സമ്മതിക്കാലില്ല. എനിക്ക് അപ്പനോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കണം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പന് ആ വർക്കിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ വർക്കിൽ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയത് ഇതിലിട്ടാല് അവരെ നമ്മളെ തച്ചിട്ട് പായിട്ട് അത്ര ലെങ്ത് അതിന്റെ വീഡിയോ. അപ്പൊ
എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ വിളിക്കും. പിന്നെ അപ്പം അത്ര കുറേ അവേഴ്സൊന്നും ഉറങ്ങാനില്ല. ഇപ്പം കിടന്നാൽ ഇപ്പോൾ ഉറങ്ങുന്ന ആളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല. സംഭവം ഉറക്കില്ല. ഇപ്പൊ ഗൾഫിൽ പോയപ്പോ എനിക്ക് നേരെ ഉറക്കിട്ടില്ല. രാത്രി ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ശരിക്കും ഉറക്കില്ല. ഇപ്പൊ പറഞ്ഞാലോ ഒരു കറക്റ്റ് റെഗുലർ ഇന്ന ടൈം അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ ഇപ്പൊ വന്നിട്ട് വന്ന ശേഷം ഒരു ക്ഷീണിച്ച് കിടന്നാലും ലാസ്റ്റ് 1 വീക്കിലെന്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു 5-5:30 മണിയെല്ലാം നമുക്ക് എത്തും. അല്ല 5:30 ഒരു കുറച്ച് നേരത്തെ കഴിഞ്ഞോണ്ടായിരുന്നു. 4-4:30 മണിയാകുമ്പോൾ ഞാൻ വന്നിട്ട് ഫുഡാക്കില്ലെങ്കിൽ ചിലപ്പോൾ ഫുഡാക്കും, ഇല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് ഇവിടെ ബെഡ്റൂമിൽ കിടക്കും. കിടന്ന് എനിക്കപ്പം 5 മിനിറ്റിൽ ഉറക്കം വരും. ഇവിടെ പിന്നെ എന്നെ വിളിക്കുകയില്ല. ഒരേ ഇതെല്ലാം ഞാൻ പിന്നെ ടയർഡായിട്ട് വന്നല്ലേ ഡ്യൂട്ടിക്കെല്ലാം പോയിട്ട് എനിക്കറിയാം ഉറക്കൻ്റെ പ്രശ്നമല്ല. എനിക്ക് അസുഖമെല്ലാം വന്നുകൊണ്ടുണ്ടായി. ഈ വർക്കിൻ്റെ പ്രശ്നത്തിൽ ഞാൻ പിന്നെ തല തിരിഞ്ഞിട്ട് വീണുകൊണ്ടുണ്ടായി. എണിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലെല്ലാം ഞാൻ ഉണ്ടായി. അപ്പോൾ ആ വർക്കിൻ്റെ എന്തായാലും അറിയാം. അപ്പം ഞാൻ തീരെ വർക്ക് കിട്ടുന്നില്ല. എത്ര അവേഴ്സ് ഒന്നും കാണിക്കില്ല. ചിലപ്പോൾ 4 hours കിട്ടിയാലോ 5 hours കിട്ടാലോ അങ്ങനെ ഒരു മാക്സിമം 6 hours മാക്സിമം കിട്ടാല അത്ര 6 hours. പക്ഷെ 5 അങ്ങനെ ഒരു ശരിക്കും ഒരു വർക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് നേരെ പറഞ്ഞാൽ പിന്നെ നല്ലോണം ബേജറാവും. പക്ഷെ എന്നാലും വിളിക്കും രാത്രി. ഇപ്പൊ ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയാലോ എന്നെ വിളിച്ചിട്ട് ഓരോന്ന് ചോദിക്കും. സ്നേഹം കണ്ടാണ് ഗൈസ്. കാരണം എനിക്ക് വേറെ ആരില്ല സംസാരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പാവക്കുട്ടുണ്ട് അതിൽ സംസാരിച്ചോണ്ടായി. ഇപ്പം ഞാൻ ഇപ്പം അപ്പോൾ തന്നെ ഫുള്ള് ഇപ്പം അത് മൂലക്കൈ അത് എന്നോട് പണങ്ങിയിരിക്കും. അപ്പൊ അതല്ലേ ക്വസ്റ്റ്യൻസ് എൻ്റെതാ ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ്റെ വീഡിയോ അല്ലേ ഇത്. ഒരു 50 ക്വസ്റ്റ്യൻ്റെ വീഡിയോ പോലെ ഉണ്ട്. അപ്പോ സ്റ്റോറി അറിഞ്ഞല്ലേ നമ്മളെ പറ്റിട്ട് ഇങ്ങനെയല്ലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഞാൻ എങ്ങനത്തെ ആളാണ്? ഐ മീൻ ഞാൻ റഫാണോ സെൻസിറ്റീവ് ആണോ അങ്ങനെ കൂടുതൽ ഞാൻ ഏതാണ് ഇതിൽ അങ്ങനെ? കൂടുതൽ സെൻസിറ്റീവ്. കുറച്ചെങ്കിലും പറഞ്ഞ അപ്പന്നെ വിഷമാവും. റഫ് എന്ന് വെച്ചാല് എന്നോട് റഫ് ആയിട്ടുണ്ട്. നല്ലോണം ഉണ്ട്. പിന്നെ ഈ കാണുന്നവരൊന്നല്ല. പിന്നെ വേറെന്ത് പാവമാണ്. അങ്ങനെ ഉഷാറുണ്ട്, നല്ല ഉഷാറുണ്ട്, നല്ല പാവമാണ്. എന്നാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എല്ലാം ഉണ്ട് മിക്സ് ചെയ്തിട്ട്. കൂടുതൽ കൂടുതൽ ഏതിപ്പാ കൂടുതൽ തന്നെ മറ്റേ എന്തിപ്പോ പറയുന്നത് സാധാരണ ഞാൻ പറയാം എൻ്റെ ഞാൻ ഫസ്റ്റ് ഒരു സെൻസിറ്റീവ് ആളാണ്. ഞാൻ പെട്ടെന്ന് കരിയും. ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒന്നല്ല. പക്ഷെ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. ഞാനൊരു റൗഡി ബേബി ആയിരുന്നു. പക്ഷെ എന്നെ മാറ്റിയെടുത്തതാണ് ഇങ്ങനെ. ഞാനൊരു റൗഡി ബേബി ആയിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവരോടും ചോദിച്ചാൽ അറിയാം. നിങ്ങളെ വീട്ടിൽ ചോദിക്കാൻ വരുമോ? അപ്പോൾ വീട്ടിൽ ചോദിച്ചാൽ അറിയാം ഞാനൊരു റൗഡി ബേബി ആയിരുന്നു. ഞാനൊരു സ്ട്രോങ് പേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കരയും. പിന്നെ ചെറിയ കാര്യം മതി ഹാപ്പി ആവാൻ. അത് മുമ്പായാലും എനിക്കങ്ങനെ ചെറിയ കാര്യം മതി ഹാപ്പി. റൗഡിത്തര ഇപ്പോഴും ഉണ്ട്. എന്നെ നല്ല അടിക്കെല്ലാം ചെയ്യുന്നത്. ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പോട്ടെ കുട്ടിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വിടുന്നതാണ്. പാവമെല്ലാം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന വിചാരിക്കും. നിങ്ങൾ വിചാരിക്കണ്ടേ അടിച്ചടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നതിനോ ഈ അടിക്കുന്നതന്നെ പറയുന്നത് മനസ്സിലായല്ലേ? ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കെട്ടിയെന്ന് വെക്കുന്ന ആളല്ല. പക്ഷേ ഞാനൊരു സെൻസിറ്റീവ് ആളാണ്. ഞാൻ പെട്ടെന്ന് കരയും. എനിക്ക് പെട്ടെന്ന് വിഷമം വരും. പെട്ടെന്ന് ഹാപ്പി ആവും. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഞാൻ കൂടുതലും. ഞാൻ പറഞ്ഞാൽ സെൻസിറ്റീവ് ആളാണ്. ഇങ്ങനെ എൻ്റെ റൗഡി ബേബിയെല്ലാം പോയി എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റുള്ള ആ പൊമ്മിയായാൽ മതിയായിരുന്നു. കാരണം അതാണ് കംഫർട്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്തും മുഖത്തോക്കി പറയും. ഇപ്പൊ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. അപ്പൊ എനിക്ക് ആ ഒരു പ്രഷറും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എല്ലാം ഞാൻ മനസ്സിൽ വെക്കും പറഞ്ഞാൽ അങ്ങനല്ല, ആൻസർ ആക്കൂല എല്ലാം ഇങ്ങനെ. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ പിന്നെ അതൊരു ഇഷ്യൂ ആണ്ടാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒതുക്കി അങ്ങനെ. പിന്നെ എന്താ പറഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ കരയും, വിഷമാവും.
സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അങ്ങനെയൊക്കെയാണ് ഞാൻ. ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നല്ലേ? ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്ന്. അതിൽ അപ്പൊന് 10ൽ 9 മാർക്സ് ആണ് കേട്ടോ. എനിക്ക് പൊമ്മിക്ക് 10ൽ 10 ആണ്. പക്ഷെ ഞാൻ എന്നതൊക്കെ മറ്റേ സൈസിന്റെ ഷൂന്റെ ചില ആ സൈസിന് എന്തായാലും സൈസ് ഞാൻ ഷൂന്റെ തന്നെ ചെയ്യ, ഷൂന്റെ അല്ല ചെരുപ്പിന്റെ സൈസും. ചെരുപ്പ് പറഞ്ഞു ഗൈസ്, എല്ലാരും വീഡിയോ കാണാം, ഫുൾ ആയിട്ട് തന്നെ കാണാം. 45 മിനിറ്റിന്റെ വീഡിയോ റബ്ബേ ഇങ്ങനെ എഡിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇൻഷാല്ല നെക്സ്റ്റ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാം എന്റെ ഭാഷയുടെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കാം. മനസ്സിലാവുന്നുണ്ടാന്ന് കമന്റ് ചെയ്യാം. മനസ്സിലാവുമ്പോഴാണ് ഈ ഒരു ലാംഗ്വേജിൽ സംസാരിക്കുന്നത്, അല്ലാതെ ജോഡയിൽ സംസാരിക്കുന്നതല്ല. എന്തെങ്കിലും കുറ്റവും കുറവില്ലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം അത് ക്ലിയർ ആക്കാൻ നോക്കാം. എന്തായാലും കുറ്റം കമന്റ് ചെയ്യണമില്ല, നല്ലതും കമന്റ് ചെയ്യണം, നല്ലതും പറയാം. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം അതിനെ റെഡിയാക്കാൻ വേണ്ടി നോക്കാം. കാരണം ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ഇതുണ്ട്, അതിൻ്റേതായിട്ട് കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം റെഡിയാവും ഇൻഷാല്ലാ. ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ കട്ടിന്റെ മേലെയാണ്. ബിക്കോസ് എവിടെയാണ് വെളിച്ചല്ലേ. ഇപ്പൊ ഞങ്ങള് ലൈറ്റ് അങ്ങനെ ഒന്നുമില്ലല്ലോ, മൈക്കില്ല, ലൈറ്റ് അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചവും പിന്നെ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. കൊതുകുണ്ട്, കൊതുകേ ഉള്ളു ഇവിടെ. അപ്പോ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ബെഡൊക്കെ താഴെ, ഇനി അതൊക്കെ റെഡിയാക്കണം. ഞങ്ങൾക്ക് പോവാണ്ട്, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് എന്താണ് നിങ്ങൾ പറയാ, ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ. ഇൻഷാല്ല നല്ലൊരു വീഡിയോ, ഇൻഷാല്ല നല്ലൊരു കണ്ടന്റ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്യാം. ഒരു Q&A ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ആൾക്കാരും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കണം, അല്ലെങ്കിൽ എന്ത് Q&A. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ.